പിന്നെ നമ്മൾ നല്ലൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഈ മഴക്കാലത്തും കർക്കിടകത്തിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഉണക്കലരിയാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്ന. ഉണക്കലരി വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. അതിൻ്റെ കൂടെ കുറച്ച് ആശാളി നമുക്ക് ആയുർവേദ കടകളിലൊക്കെ കിട്ടും, ആശാളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആശാളിയും കൂടി ഇട്ടിട്ടാണ് ഈ കഞ്ഞി വയ്ക്കുന്നത്. കുറച്ച് നിങ്ങൾക്ക് ഉലുവ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാട്ടോ. ഉലുവ തണുപ്പ് അത്ര പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഉലുവ അവോയ്ഡ് ചെയ്തത്. നിങ്ങൾക്ക് ഉലുവ കുഴപ്പമില്ല കഴിക്കുന്നതെന്ന് വെച്ചാൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ നന്നായിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കുക കേട്ടോ. അധികം ഉടഞ്ഞു പോകാതെ ചെറിയ തരികളായിട്ട് നമുക്ക് അരിമണി കിട്ടണം. അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും ചുവന്നുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾക്ക് അരച്ച് കൊടുക്കുക. അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ട്. ഈ കഞ്ഞി കാലത്ത് മഴക്കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കണം, വളരെ ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ കുറച്ച് വെളുത്തുള്ളിയോ ചുമന്നുള്ളിയോ മൂപ്പിച്ചിടാം. ഞാനിപ്പോൾ വെള്ളുള്ളിയാണ് കേട്ടോ മൂപ്പിച്ചിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെള്ളുള്ളി കഴിക്കാത്തവരാണെങ്കിൽ സാധാരണ ചുമന്നുള്ളി മൂപ്പിച്ചിടാം. പിന്നെ അരയ്ക്കുമ്പോഴും വെളുത്തുള്ളി ടേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ അപ്പോൾ വെളുത്തുള്ളി മൂപ്പിക്കുന്നത് കൊണ്ട് ചുമന്നുള്ളി അരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ കഴിച്ചാൽ നമുക്ക് നല്ല ഫില്ലിങ്ങുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഈ അസുഖങ്ങളൊക്കെ കൂടുതലാണ് ഈ മഴക്കാലത്ത്. അതുപോലെ തന്നെ ഫുഡ് വളരെയധികം നമ്മൾ നല്ല ചൂടോടെയുള്ള ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കുകയാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ കൊഴിക്കുക. തേങ്ങയുടെയും ജീരകത്തിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങ പാലൊഴിക്കുക കേട്ടോ. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്തൊന്ന് കമൻറ്റ് പറയണേ. താങ്ക് യു.